ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. 1914 ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മൻ പടയും ബ്രിട്ടീഷ് പടയും നേർക്കുനേരെ അവരുടെ ട്രെഞ്ചുകളിൽ നിറതോക്കുകളുമായി യുദ്ധസന്നദ്ധമായിട്ട് അവർ നിൽക്കുകയാണ്. അവർക്കിടയിൽ നോമാൻസ് ലാൻഡ് എന്നറിയപ്പെടുന്നൊരു സ്ഥലമുണ്ട്. അവിടെ കുന്നുകൂടി കിടക്കുന്ന മണൽക്കൂന, മുള്ളുവേലി, അതിശൈത്യം, മഞ്ഞ് പെയ്യുന്ന ക്രിസ്മസിൻ്റെ നാളുകൾ. എന്നാൽ അവിചാരിതമായൊരു സംഭവം അരങ്ങേറുകയാണ്. ക്രിസ്മസിൻ്റെ തലേ ദിവസം ജർമ്മൻ സൈന്യത്തിൽപ്പെട്ട ഒരാൾ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സ്റ്റില്ലെ നാക്റ്റ്, സൈലന്റ് നൈറ്റ് എന്ന ആ ഗാനം ആലപിക്കുമ്പോൾ അതിശയകരമെന്ന് പറയട്ടെ, ഉടൻ തന്നെ ബ്രിട്ടീഷ് സൈന്യം മുഴുവനും അത് ഏറ്റെടുത്ത് അവരുടെ ഭാഷയിൽ, ഇംഗ്ലീഷിൽ സൈലന്റ് നൈറ്റ് എന്ന ഗാനം ആലപിക്കുന്നു. ഇരു സൈന്യവും ഒരേ താളത്തിൽ, ഈണത്തിൽ അത് ഏറ്റുപാടി. കുളിര് സ്നേഹത്തിൻ്റെ ചൂടിന് വഴിമാറുന്നു. അവർ മുള്ളുവേലികൾക്ക് അപ്പുറത്തേക്ക് പരസ്പരം കടന്ന് ആലിംഗനം ചെയ്ത് അവരുടെ കയ്യിലുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൈമാറി അവരുടെ ഇടയിൽ മരിച്ചവരെ അടക്കാനായിട്ട് തയ്യാറാകുന്നു. ഉടനെ തന്നെ കൊച്ചു കൊച്ചു കളികളിൽ അവർ ഏർപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അന്ധകാര നിബിഡമായ ഒരു സാഹചര്യമാണ് ഇവിടെ നാം കാണുന്നത്. ഈ അന്ധകാര നിബിഡമായ ഈ സാഹചര്യത്തിലാണ് അസാധാരണമായൊരു സംഭവം നടക്കുന്നത്. ഈ സംഭവം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കൊല്ലാനും പിടിച്ചെടുക്കാനും പരിശീലിപ്പിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട സൈനിക ഒരു നിമിഷം ശത്രുത മറന്ന് സ്വാർത്ഥതയെ കൊന്ന് തങ്ങളുടെ തന്നെ ഹൃദയങ്ങളെ കീഴടക്കുന്നതാണ് നമ്മളിവിടെ കാണുക. എതിർകക്ഷികൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അപ്പുറത്ത് നിൽക്കുന്നത് പുത്രന്മാരാണ്, പിതാവാണ്, സഹോദരങ്ങളാണെന്ന വലിയൊരു തിരിച്ചറിവ്. അതായത് ശത്രുക്കളല്ല, അവർ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള വലിയൊരു ചിന്തയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം രാജകൊട്ടാരത്തിലോ സൈനിക ശക്തിയിലും സംരക്ഷണത്തിലുമല്ല. ഇവിടെ മതിലുകൾ തകർക്കപ്പെടുകയാണ്. വെറുക്കപ്പെടണം എന്ന് നാം കരുതുന്ന വ്യക്തികളിൽ ദൈവസാന്നിധ്യം ദർശിക്കാനായിട്ട് ഉണ്ണീശു നമ്മളെ വിളിക്കുകയാണ്. ഇവിടെ വെറുപ്പിൻ്റെയും പകപോക്കലിൻ്റെയും ഭൂമിയിൽ സ്നേഹം പകരുകയാണ് ചെയ്യുന്നത്. ശത്രുതയ്ക്ക് മേലെ മനുഷ്യത്വം ദർശിക്കുകയാണ് ഇവിടെ. അവർ പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയപ്പോഴും, മരിച്ചവരെ മറവ് ചെയ്തപ്പോഴും യുദ്ധത്തിൻ്റെ ഭാഷ സമാധാനത്തിൻ്റെ ഭാഷയിലേക്ക് വഴിമാറുകയാണ്. ക്രിസ്മസ് നമ്മെ വിളിക്കുന്നത് ഇതുപോലെ ചെയ്യാൻ തന്നെയാണ്. നാം കുഴിച്ചിരിക്കുന്ന കിടങ്ങുകൾക്കപ്പുറത്തേക്ക് നോക്കാൻ, ശത്രുക്കളിൽ ക്രിസ്തുവിൻ്റെ മുഖം തിരിച്ചറിയാൻ, മനുഷ്യനെ ഭയക്കാതെ സ്നേഹം കൊണ്ട് അവനെ കീഴടക്കാനായിട്ട്. യഥാർത്ഥ സമ്മാനം അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്ന സംഘർഷങ്ങളുടെ അഭാവമല്ല, മറിച്ച് അത് വലിയൊരു തിരിച്ചറിവാണ്. തകർക്കാനും തരിപ്പണമാക്കാനും ചിലർ പറയുമ്പോൾ സ്നേഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാവുന്നതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. പുൽക്കൂട്ടിലെ ഉണ്ണീശ നമ്മെ വിളിക്കുന്നതും എല്ലാ ഭിത്തികളും തകർക്കാനാണ് അവൻ ആവശ്യപ്പെടുന്നത്. നമുക്ക് ചെറുതാകാം. നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ, ഭർത്താക്കന്മാരുടെ മുമ്പിൽ, ഭാര്യമാരുടെ മുമ്പിൽ, ഈവൻ മക്കളുടെ മുമ്പിൽ പോലും നമുക്ക് ചെറുതാകാം. ചെറുതാകുക എന്ന് പറഞ്ഞാൽ കുറയുക എന്നല്ല. ചെറുതാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം സ്നേഹിക്കലാണ്. പുൽക്കൂട്ടിൽ പറന്ന ഉണ്ണീശോ പരസ്പരം സ്നേഹിക്കാനും ചെറുതാകാനും മറ്റുള്ളവരെ ദൈവത്തിൻ്റെ മകനും മകളുമായി കാണാനുള്ള വലിയ കൃപ നമുക്ക് തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.